ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൻ്റെ 53-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ ശ്ലോകങ്ങളിലൂടെയും നമ്മൾ അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് നമുക്ക് ഈ ആത്മാവിൽ ശരിയായ രീതിയിൽ മനസ്സിനെ നിലനിർത്താൻ സാധിക്കുന്നില്ല, എവിടെയൊക്കെയാണ് മനസ്സ് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഗുരു സൂചിപ്പിക്കുക. അതേസമയത്ത് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രമാത്രം നമ്മെ സ്വാധീനിക്കുന്നുണ്ട്, അതെല്ലാം ഗുരു വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സത്തയിൽ, ഈ ചൈതന്യത്തിൽ നിലനിന്ന് പോകാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിനെ എങ്ങനെ നിർത്തിക്കൊണ്ട് പോകാം, അതിനെക്കുറിച്ചാണ് ഗുരു സൂചിപ്പിക്കുന്നത്. ഇതിലെഴും ആദിമശക്തി ഇങ്ങ് കാണുന്നത് സകലം പെറുമാതി ബീജമാകും. മതിയതിലാക്കി മറന്നിടാതെ മായ മതിയറുവാൻ മനനം തുടർന്നിടേണം. ഇതിലെഴും ഈ നമ്മൾ അറിവിൽ ഉൾക്കൊള്ളുന്ന ആദിമശക്തി, ആദിയായിട്ടുള്ള ആ ശക്തി ഇങ്ങ് കാണുന്നതിന് ഇവിടെ ഈ പ്രപഞ്ചരൂപത്തിൽ നമ്മൾ കാണുന്ന സകലം എല്ലാത്തിനും പെറും ജന്മം നൽകുന്ന ആദിബീജമാകും. ഈ ആദിമശക്തിയാണ് ഇവിടെ എല്ലാത്തിനും ആദിബീജമായിട്ടിരിക്കുന്നത്. മതി അതിലാക്കി, നമ്മളുടെ ബുദ്ധി അതിൽ ആക്കിയിട്ട് മറന്നിടാതെ മായാമതി അറിവാൻ മനനം തുടർന്നിടണം. അപ്പം നമ്മളുടെ ബുദ്ധിയാണ് എല്ലാത്തിനെയും ശരിയായ ദിശയിൽ നയിക്കുന്നതും നയിക്കേണ്ടതും. അപ്പം ഇവിടെ മായ മതിയറുവാൻ മനനം തുടർന്നിടണം എന്ന് ഗുരു പറയാം. അപ്പം നമുക്ക് ഈ മായയിൽ നിന്നുണ്ടാകുന്ന ഭ്രമത്തെ മാറ്റുന്നതിന് മനനം തുടരണം. എന്തുകൊണ്ട്? നമ്മളുടെ ബുദ്ധിയും മനസ്സുമൊക്കെ ഈ ഭ്രമം ഉണ്ടാക്കുന്ന തലത്തിലേക്ക്, അതായത് ദൃശ്യത്തിലേക്ക് ഓരോ സെക്കൻഡിലും അതിവേഗം പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ഇല്ലാതാക്കണം. അതിന് ബാഹ്യമായിട്ടുള്ള പൂജകളോ ബാഹ്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങളോ മാത്രം പോരാ, മറിച്ച് മനനം തുടർന്നിടണം എന്ന് ഗുരു പറയുകയാണ്. കാരണം ഇതിനകത്തെല്ലാം, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിലെല്ലാത്തിലും അതിൻ്റെ അന്തർധാരയായി, അതിൻ്റെ മൂലസ്രോതസ്സായി വിളങ്ങുന്ന ഒന്നിലേക്ക് മനസ്സ്, ബുദ്ധി, ഹൃദയം ഒക്കെ ഉറയ്ക്കണമെങ്കിൽ ഈ അറിവോട് കൂടിയിട്ടുള്ള മനനം. അപ്പോൾ മനനാത് ത്രായതേ ഇതി മന്ത്രഹ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനനം, വിശകലനം ചെയ്യുക എന്നാണ്. ഓരോന്നതായി അവയവം പിരിച്ചു വേറാക്കുക, അതാണ് ശരിക്കുള്ള മനനം. ദൈവദേശത്തിൽ സൂചിപ്പിക്കുന്നത് ഒന്നൊന്നായി എണ്ണി തൊട്ട് എണ്ണം പൊരുളൊടുക്കണം. അപ്പോൾ ഈ ഒരു മനന പ്രക്രിയയിലൂടെ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ ശരിക്കുള്ള ചൈതന്യത്തെ അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മനന പ്രക്രിയ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അപ്രാപ്യമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ടില്ലാതെ അവർക്ക് മുന്നോട്ട് അവരുടെ സാധന കൊണ്ടുപോകാൻ പറ്റാറില്ല. അങ്ങനെ ശീലിച്ചു പോയി. നമുക്ക് ഭയം നമ്മളെ എപ്പോഴും ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക.
ദ്വൈതത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ ഈ ഭയം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അപ്പം ഭയത്തെ ഇല്ലാതാക്കണമെങ്കിലും നിരന്തരമായിട്ടുള്ള ഒരു വിശകലനം, ജപം മാത്രം പോരാ, അത് ധ്യാനത്തിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഈ മനനം, ശരിക്കും ധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ സംഭവിക്കുന്നത് മനനമാണ്, ഈ വിശകലനമാണ്. അങ്ങനെ നമ്മൾ ആ ഒരു വിശകലനം ചെയ്ത് ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ആ ചൈതന്യത്തെ, അല്ലെങ്കിൽ ആ ചൈതന്യം തന്നെയാണ് തൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം, താൻ ഇതുവരെ തേടിക്കൊണ്ടിരുന്നത് അതിനെ തന്നെയാണ് എന്നുള്ള ഒരു അവബോധത്തിലേക്ക്, അല്ലെങ്കിൽ അതുപോലൊരു അനുഭവത്തിൻ്റെ ഉന്നതമായ തലത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. മായയിൽപ്പെട്ടു പോകുമ്പോഴോ അതിൽ മയങ്ങി നമ്മൾ പോവുകയാണ്. അപ്പോഴേക്കും മനസ്സും ബുദ്ധിയൊക്കെ വളരെ നിശ്ചലമായിട്ടുണ്ടാവാം. അതായത് അതിന് മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടുന്നത് ഈ മായയിൽ നിന്നുള്ള എന്നേക്കുമായിട്ടുള്ള മോചനമാണ്. അതിനുവേണ്ടി ഓരോരുത്തരും മനനം തുടരുക. നമസ്കാരം.